എന്താണ് ഉലാത്തുന്നത് രാവിലെ തന്നെ? എക്സസൈസ് ആണോ? അല്ലേ ചായ ചാരു വരാന്ന് പറഞ്ഞില്ലേ? അതിനെ കാണുന്നില്ലല്ലോ ഇതുവരെ. ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. ഓ, എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോ തന്നെ ഈ ആ പെണ്ണുമ്പുള മതിലിന്റെ അവിടെ വന്ന് ഇങ്ങനെ വായിട്ട് നോക്കി നിൽക്കുന്നതാണ്. ഇന്നെന്താ അതിനെ കാണാത്തത്? എനിക്കെങ്ങനെ അറിയാം? അല്ല, നീ എന്തിനാ അവരെ അന്വേഷിക്കുന്ന? അല്ല, അവരവിടെ നിൽക്കുവാണെങ്കിൽ ചാരു വരുമ്പോ തന്നെ ചാരുവിനെ അങ്ങ് പരിചയപ്പെടുത്താലോ. പിന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ ദേ വന്ന്. ഞാൻ ആലീസ്, ഇത് എന്റെ ഇച്ചായൻ ജോർജ് കുട്ടി, ഡോക്ടർ. പവിത്രൻ ചേട്ടൻ പറഞ്ഞായിരുന്നു. ആ കേറുക. അല്ല നിക്കൂ, ഒരു മിനിറ്റ്. പവിത്രൻ ചേട്ടൻ വിളിക്കുന്നു. ഹലോ എന്തായി? വന്നു ചേട്ടാ. നീ ഡോക്ടറെയും ആലീസിനെയും കണ്ടായിരുന്നോ? കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആ പിന്നെ അവര് രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആൾക്കാരാ. അതൊക്കെ കണ്ടു വേണം നീ നിന്നോണം. ശരി ചേട്ടാ. നിന്റെ ആ സ്ഥിരം നമ്പർ ഉണ്ടല്ലോ, അതൊന്നും അവിടെ കിടന്ന് കാണിക്കരുത്. ആലീസ് നിന്റെ ചെവിയുടെ കല്ലടിച്ച് പൊട്ടിക്കും. ആണോ? അല്ല, നിനക്കിട്ട് രണ്ട് കിട്ടുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല, പിന്നെ ഞാൻ അവിടെ വരാൻ നേരത്ത് അവരെന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കും. ആണോ? നിനക്കറിയാമല്ലോ, യോഗന്നാൻ സാറിന്റെ വീട്ടിൽ നിന്നെ പറഞ്ഞു വിട്ടത് എന്തിനാന്ന്? അതിനി ആവർത്തിക്കരുത്. ശരി ചേട്ടാ. താങ്ക് യു. ചാരുലത. അതെ, പക്ഷെ ഞങ്ങള് ചാരൂന്ന് വിളിക്കും. അയ്യോ, എന്റെ വീട്ടിലും അങ്ങനെ വിളിക്കാറുണ്ട്. ആണോ? ചാരുലത ഏതുവരെ പഠിച്ചിട്ടുണ്ട്? +2 കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രിക്ക് പ്രൈവറ്റ് ആയിട്ട് ചേർന്നിരിക്കുക. ഗുഡ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. 4 വീട്ടിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, 3 മണിക്കൂർ വീതം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പോയാൽ മതി. വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ വൈകുന്നേരം വരെ നിൽക്കുകയും വേണം. ഇതുപോലെ ശമ്പളവും കിട്ടത്തില്ല. അതുകൊണ്ടാ. പിന്നെ ചാരുലത, എപ്പോഴും ഈ വീട്ടിലെ സിറ്റുവേഷൻ ഇതുപോലെ ആയിരിക്കില്ല. ഇവളുടെ സ്വഭാവം എപ്പോഴും വേണമെങ്കിലും മാറാം. അപ്പൊ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിന്ന ചാരുലതയ്ക്ക് നല്ലത്. അതെന്താ ഇച്ചാൻ ഇപ്പൊ അങ്ങനെ സംസാരിച്ചത്? അല്ല, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്താ കുഴപ്പം ഇവിടെ ഉണ്ടാക്കുന്നത്? അല്ലേലും ഇച്ചാന്റെ സ്ഥിരം പരിപാടിയാ. ആരെങ്കിലും ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ അങ്ങ് കളിയാക്കും. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്ന? ഞാൻ ഒരു കുറവും വായിച്ചില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു വലിയൊരു ഡോക്ടർ വന്നേക്കുന്നു. അയ്യോ, ചേച്ചി പിണങ്ങിയാണോ പോയത്? ഇതിവിടുത്തെ സ്ഥിര സീനാ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി ഇണങ്ങി ഒക്കെ ചെയ്യും. ഭാര്യയും ഭർത്താവുമ്പോ അങ്ങനെയൊക്കെ അല്ലേ. ചാരുലതയ്ക്ക് ബോറടിക്കുന്നെങ്കിൽ പറയണം. അതെ ചാരുലത, അവിടെയാണ് അടുക്കള. ചെന്നാ ചേച്ചി പേടിച്ചു പോയാ? പേടിക്കണ്ട കേട്ടാ. അതെ, ഈ ആണുങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങ് വകവെച്ച് കൊടുത്താലേ ഈ ആണുങ്ങൾ നമ്മുടെ തലയ്ക്ക് കയറി നിരങ്ങും. പറയാനുള്ളത് ആരോടാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്കണം. നീ എന്താ ഇവിടെ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന ജോലികൾ മാത്രം നീ ചെയ്താൽ മതി. പിന്നെ ഇച്ചായന്റെ കാര്യമൊന്നും നീ നോക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങിയാലോ? ആദ്യം നീ ഈ പാത്രം മൊത്തം കഴുകണം, എന്നിട്ട് ഇവിടെയൊക്കെ മൊത്തം തുടച്ചിടണം. പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ വന്ന് പറയാം. ശരി കേട്ടാ? അയ്യോ, ഇത്രയും പാത്രവും നെയിൽ പോളിഷ് മൊത്തം ഇളവും തോന്നല്ലോ. പിണങ്ങിയ ഇങ്ങോട്ട് നോക്കിക്കേ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, അതുപോലെ ഇച്ചാന് മനസ്സിലായില്ലേ? ഇച്ചായ അവളുടെ മുമ്പിൽ നമ്മൾ ഇപ്പൊ താന്ന അവള് നമ്മുടെ തലയിൽ കയറി ഇരുന്ന് നിരങ്ങും. അതായിരുന്നു. ആ ചാരു, ചാരു എന്താ മാറ്റി വെച്ചേ? എന്തു പറ്റി? ആ
അപ്പുറത്തെ വീട്ടിൽ ആ പെണ്ണുമുള്ള വരാന്റെ നിപ്പുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. എന്തിന്? അവരെന്തെങ്കിലുമൊക്കെ നിന്നോട് ചോദിക്കും. നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, എല്ലാത്തിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അവര് വലിയ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള ഇതിൽ പൊങ്ങച്ചോക്ക അടിക്കും. നീ കേട്ട ഭാവം നടിക്കരുത് കേട്ടല്ലോ. പിന്നെന്തിനാ ചേച്ചി നമ്മൾ അങ്ങോട്ട് പോണ? നീ ഇവിടെ വന്നെന്ന് അവരറിയണ്ടേ? വേണ്ടേ? അതൊക്കെ അല്ലേ ഒരു രസം. ഇങ്ങോട്ട് വാ. പിന്നെ രാവിലെ മുമ്പ് ഇവിടേക്ക് നടക്കുന്നുണ്ട്. ശരി. ആലീസേ, ഇതാരാ പുതിയ കക്ഷി? എനിക്കൊരു സഹായത്തിന് വേണ്ടിട്ടേ ഇച്ചായൻ വിളിച്ചതാ. ചാരുലത, ചാരു എന്ന് വിളിക്കും. ആ, ഇച്ചാനാണെങ്കിൽ ഒരേ പരാതി, അടുക്കളയിൽ കിടന്ന് ജോലിയെടുത്ത് ഞാനാകെ ക്ഷീണിച്ചു പോയെന്ന്. പിന്നെ ഇച്ചായ നിർബന്ധിച്ചപ്പോ ഞാനും അതങ്ങ് സമ്മതിച്ചു. അതേതായാലും നന്നായി. ചാരു അകത്ത് വെക്കോ. പണ്ടോട്ട് ഇച്ചാൻ എന്താന്നറിയോ പറയുന്നത്? നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ ഇവിടുത്തെ ജോലി എടുക്കാനൊന്നും അല്ലെന്ന്. സ്നേഹം. പിന്നെ ഇച്ചായം പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരാ ഉള്ളത്? അതെന്തായാലും നന്നായി. ആ ചെല്ലട്ടെ, ചാരു ഇന്ന് വന്നേ ഉള്ളു, എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ബൈ. ഡോക്ടർക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? പോണം, സമയാവുന്നല്ലേ ഉള്ളു. ശരി എന്നാ ശരി. ഉണ്ണിയാർച്ചയുടെ കണ്ണു രണ്ടും തള്ളി വന്നിച്ചായ. എന്നിട്ട് എന്ത് പറ്റി? ആശുപത്രി കൊണ്ടുപോയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് മനുഷ്യനെ ഇങ്ങനെ ആക്കല്ലേ. ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു അല്ലേ. നീ കാര്യം പറ. ഇച്ചായ, ഞാനും ചാരും കൂടെ വരാന്തേലും വർത്താനം പറഞ്ഞ് നിൽക്കുവായിരുന്നു. അപ്പൊ അവരോടെ വരാന്ത അടിച്ചോണ്ട് നിൽക്കുവായിരുന്നേ ഉണ്ണിയാർച്ച. അപ്പൊ പെട്ടെന്ന് ഒരു പാളി ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടു. അവർ ഞങ്ങളുടെ അടുത്തോട്ട് വന്നേ. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നടന്നിച്ചായ. എന്നിട്ട് അവരെ ആ മതിലിൽ തൂങ്ങിക്കിടന്നിട്ട് ഒരൊറ്റ ചോദ്യം, ഇതാരാന്ന്. അതില് തൂങ്ങി കിടന്നിട്ട് അവരെപ്പോഴും അങ്ങനെയല്ലേ കിടക്കുന്നത്. അവരെന്നിട്ട് ചോദിക്കാ ഇതാരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇവിടുത്തെ പുതിയ ജോലിക്കാരിയാന്ന് പറഞ്ഞു. ഞാൻ പൊന്നിച്ചായ, അപ്പൊ അവരുടെ മുഖം ഒന്ന് കാണായിരുന്നു. വെളറി വെളുത്ത്. പൊന്നോ, എന്തൊരു വിളറി വിളിക്കുന്ന എന്തിനാ? അസൂയ. എന്തിനെന്നാ? അവരവിടെ വരാന്ത തൂത്തോണ്ട് നിൽക്കല്ലേ, ഞാൻ ഇവിടെ ഒരു പണിയില്ലാതെ നിൽക്കല്ലേ. അതിന്റെ അസൂയ. എന്തായാലും സ്വാഭാവികമായിട്ടൊരു അസൂയ ഉണ്ടാവുമല്ലോ. എന്നിട്ടേ ചാരുവിനെ പരിചയപ്പെടാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അത് പ്രശ്നല്ലേ. എന്റെ ശ്രദ്ധ എങ്ങാനും പാളിപ്പോയാലേ ചാരുവിനെ വിളിച്ച് എന്നെ പറ്റി കുറെ നുണ അങ്ങ് പറഞ്ഞു പിടിപ്പിച്ചാലോ? അത് ഭയങ്കര പ്രശ്നമാ. ആഗോള പ്രശ്നമാണത്. ഇനി ഇച്ചായ നോക്കിക്കോ. അവരെനിക്ക് ശല്യമായതുപോലെ ഞാൻ അവർക്ക് സ്ഥിരം ഒരു ശല്യമാകും. അങ്ങനെ അവരുടെ അസൂയ കൂടി കൂടി വരും. എത്ര കൂടിയാലും എനിക്കിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതെല്ലാം കൂടെ ആ സത്യപാലൻ സാറിന്റെ നെഞ്ചത്തായിരിക്കും അവർ ഇറക്കി വെക്കാൻ പോകുന്നത് അല്ലേ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരിച്ചിരി അരമ്പുണ്ടാക്കുമ്പോ എന്തൊരു സന്തോഷമല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. അയൽവാസികളായ ഇങ്ങനെ വേണം. അല്ല, ബെസ്റ്റ് നൈബർ. കീപ് ഇറ്റ് അപ്പ്. വെൽ ഡൺ. ഇനി ശല്യം ചെയ്യരുത്. കുറച്ചേരം ഞാൻ പറയുമ്പോൾ ചായ. സത്യേട്ടാ, ഒരു വിശേഷം അറിഞ്ഞോ? എന്ത് വിശേഷം? ഡോക്ടർ വീട്ടിൽ പുതിയ വേലക്കാരി വന്നു. വേലക്കാരി? ആ, ഒരു ചെറുപ്പക്കാരി കൊച്ച്. ഇന്ന് രാവിലെ ഞാൻ പരിചയപ്പെട്ടേ ഉള്ളൂ. ഒരു വേലക്കാരി വെക്കാൻ വേണ്ടി എന്ത് ജോലി അവിടെ ഉള്ളത്? ആലീസ് അടുക്കള ജോലി ചെയ്യുന്നൊന്നും ഡോക്ടർക്ക് ഇഷ്ടമല്ല. അടുക്കള ജോലി ചെയ്ത് ആലീസ് ക്ഷീണിച്ചു വന്നു. ഡോക്ടർ നിർബന്ധിച്ചിട്ടാ ജോലിക്കാരിയെ വെച്ചത്. അത്രയ്ക്ക് എന്ത് ജോലി അവിടെ ഇരിക്കണം? എത്രമാത്രം ജോലി ഉണ്ടെന്നുള്ളതല്ല അല്ല കാര്യം, ഭർത്താവിന് ഭാര്യയോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്നുള്ളതാ. ആലീസ് എന്ന് പറഞ്ഞാലേ ഡോക്ടർക്ക് ജീവനാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. പിന്നെ കയ്യിരിക്കണ കാശ് കൊടുത്ത് ജോലിക്കാരി വെച്ചല്ലേ ഭാര്യയോടുള്ള സ്നേഹം കാണിക്കണത്. ഇതൊക്കെ അവന്റെ അടവാ. എന്തടവ്? ഈ ജോലിക്കാരിക്ക് എത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞു? ഒരു 30 വയസ്സിന് താഴെ വരും. കാണാൻ എങ്ങനെയുണ്ട്? തരക്കേടില്ല. അപ്പൊ അത് തന്നെ അവന്റെ തനി സ്വഭാവം കാണിച്ചതാ. ചെറുപ്പക്കാരിയായ വേലക്കാരി വെച്ച് അവന്റെ പല കാര്യങ്ങളും നടക്കുമല്ലോ. ഞാൻ അന്നേ പറഞ്ഞില്ല അവൻ മഹാക്കുഴപ്പക്കാരനാണെന്ന്. സത്യേട്ടൻ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആർച്ചേ, അവള് വേലക്കാരിയൊന്നും ആയിരിക്കൂല. മിക്കവാറും അവന്റെ രഹസ്യ കാമുകിയായിരിക്കും.
വേലക്കാരിയായി വേഷം കെട്ടിച്ച് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാ. വേലക്കാരി എന്ന് പറയുമ്പം ഭാര്യയ്ക്ക് സന്തോഷമായിക്കോളും. പക്ഷെ സംഭവം ഇതൊന്നുമല്ല. എന്റെ സത്യേട്ടാ, അത് ഡോക്ടറെ കാമുകിയൊന്നും അല്ല, ആ പവിത്രന്റെ ഇടപാടാ. നമുക്ക് ഇവിടെ കൊണ്ടുതരാന്ന് പറഞ്ഞ വേലക്കാരിയില്ലേ, അവളാ അത്. ഓ അത് ശരി. അപ്പൊ പൗത്രന്റെ ഇടപാടാണല്ലേ. പൗത്രൻ അങ്ങനെ തന്നെയാണ്. അവൻ എന്നെ പറ്റിച്ചിട്ടല്ലേ ആ മൃഗത്തിനോട് വീടെടുത്തു കൊടുത്തത്. ഇനിയിപ്പോൾ ആ മൃഗത്തിന്റെ ശരിക്കും സ്വഭാവം എന്താണെന്ന് പൗത്രൻ പഠിച്ചോളും. പിന്നെ ആർച്ചേ, ഇനിയിപ്പോൾ പുതിയ വേലക്കാരി വന്നു, അത് പരിചയപ്പെടാനുള്ള അങ്ങോട്ടുള്ള പോക്കും സൗഹൃദം കൂടാനൊന്നും പോണ്ട. അവരായി അവരെ പാടായി കേട്ടല്ലോ. ഉണ്ണിയാർച്ചേ, ഓ അതെ, കുരിശ് വിളിക്കുന്നല്ലോ. ജോലിക്കാരി വന്നതിന്റെ ഷോ കാണിക്കുന്നതാ. ഞാനിപ്പോ വരാട്ടോ സത്യേട്ടാ. കഷ്ടം. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൈയിരിക്കുന്ന കാശ് കൊടുത്ത് ഷോ കാണിക്കുന്ന ടീമേ. എന്തായാലും ചെറുപ്പക്കാരി വേലക്കാരി വന്നുകൊണ്ട് ആർച്ചയ്ക്ക് സ്വസ്ഥതയുണ്ടാവും. എന്താ അലീസേ? ഈ ചാരൂരെ എല്ലാ ജോലിയും അറിയാം. എന്നോട് ചോദിക്കാ ഉച്ചയൂണ്ട് എന്താ വേണ്ടേന്ന്. ഞാനത് എല്ലാ ദിവസവും സത്യേട്ടനോട് ചോദിക്കാറുള്ളതാ. അതെ, പക്ഷെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് ചോദിച്ച് അപ്പോഴല്ലേ കോമഡി. ഒരു 100 കറികളുടെ ലിസ്റ്റ് ഇങ്ങനെ പറയാ. അത്രയൊക്കെ വേണോ? ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളുടെ പേരൊക്കെയാ പറയുന്നത്. അതും കാണാപ്പാടം തുരുതുരുതുരാന്ന് പറയാ. ഈ ഹോട്ടലിലെ വെയിറ്റുമാരൊക്കെ അങ്ങനെ പറയാ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എനിക്കൊരു 2-3 കറി ഉണ്ടാക്കണേ. സത്യേട്ടൻ മോക്ക് പോവുകയും വേണ്ടേ? ശരി എന്നാ. ഓ ഇഷ്ടപ്പെട്ടില്ല അഹങ്കാരിക്ക്. ഹലോ, ആ സുശീലൻ ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആ എനിക്ക് ജോലി കിട്ടി. ആ അങ്ങേരെ ഒരു പാവം, ഒരു മൃഗ ഡോക്ടർ. ആ സ്ത്രീയാണ് സഹിക്കാൻ വയ്യാത്തത്. ചെറിയൊരു വട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. പിന്നെ സഹിച്ചല്ലേ പറ്റൂ. അയ്യോ ഇല്ല, കാണാൻ പറ്റൂല. നാളെ കാണാം. ആ ശരി, ഓക്കെ. അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്താ നിന്നെ പറ്റി ഞാൻ ഉണ്ണിയാർച്ചയോട് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടേ. നിനക്ക് കൊറേ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ്. അപ്പൊ അവരുടെ മുഖം ഒന്ന് കാണായിരുന്നു. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ. വെറുതെ പറയാലോ. അവരെന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ കൊണ്ട് അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താന്നൊന്നും പറയാൻ പോകുന്നില്ല. എന്നാലും അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ നോക്കിക്കോ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളു. ഇനി എന്തൊക്കെയാ വരാൻ പോണെന്ന് നീ കണ്ടോ. ആ എന്താണ് വേലക്കാരിയുടെ വിശേഷങ്ങൾ? അതെ, ആ വേലക്കാരി ഭയങ്കര എക്സ്പെർട്ട് കുക്കാണ്. ഷോ ഉച്ചക്ക് എന്ത് വേണമെന്ന് രാവിലെ പറഞ്ഞാൽ മതി, എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അയ്യോ ഭയങ്കര സംഭവമാണല്ലോ. ഇതേ നിനക്കതിൽ ഭയങ്കര പുതുമ തോന്നും. ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും. നിനക്കതിന് കഴിയാത്തോണ്ടാ ഇത്ര അത്ഭുതമായിട്ട് തോന്നണേ. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കി തന്നത് ഉരുട്ടി വിഴുങ്ങിയിട്ടല്ലേ ഈ തടി ഇങ്ങ് പോന്നത്. വലിയ വർത്താനൊന്നും പറയണ്ടേ സത്യേട്ടൻ. ആ കല്യാണ ഫോട്ടോ ഒന്ന് എടുത്തു നോക്ക്. ദാ, ഇങ്ങനെ ഇരുന്നിരുന്നത്. എന്നിട്ട് എന്റെ പാചകത്തിന് കുറ്റോ. എന്തായാലും പുതിയ ജോലിക്കാരി വന്നപ്പോ ആലീസ് ഒന്ന് ഉഷാറായിട്ടുണ്ട്. എന്നോടുള്ള ആ പഴയ അകൽച്ചയൊക്കെ അങ്ങ് പോയിന്നേ. അതെ, ഇനിയിപ്പോ ഇതിന്റെ പേരും പറഞ്ഞ് 24 മണിക്കൂർ അവിടെ പോയി നിൽക്കാൻ നോക്കണ്ട. എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ ഇരുന്നാൽ മതി. ഒരുപാട് ഇങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കണ്ട. പോയിട്ടൊരു ചായ എടുക്കാൻ നോക്കും. ഇപ്പൊ ഇല്ല ഒരു ചായ കുടിച്ചേ. ഒരു ചായ കൂടെ കുടിച്ചാൽ ചത്തൊന്നും പോവില്ലല്ലോ. ഉണ്ണിയാർച്ചേ, ആലീസ് ആണല്ലോ. പുതിയ എന്തോ സംഗതി കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് വരേ. എന്റെ ദൈവമേ, ഇത് വലിയ കഷ്ടമായല്ലോ. ആ പവിത്രനാണ് എല്ലാത്തിനും കാരണം. ഓരോ ഏടാകൂടങ്ങൾ ഒപ്പിച്ച് വെക്കും ബാക്കിയുള്ളതിന്റെ സ്വസ്ഥത കളയാനായിട്ട്. പവിത്ര, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം ഇപ്പൊ തന്നെ. ആ ആ ആലിസേ, ഒരു ചായ എടുത്തേ. എന്നിട്ട് എന്റെ പാന്റ് ഷർട്ടും ഒന്ന് തേച്ച് വെക്കണം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി. സാറേ ചായ. ചാരുവായിരുന്നോ? ആലിസ് എന്തേ? അതെ, അപ്പുറത്തെ ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അത് ഇതുവരെ തീർന്നില്ലേ? ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. അതെ, ചാരു പോയിട്ട് അവളെ ഒന്ന് വിളിക്കണേ. ആ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ എന്റെ ഷർട്ടും പാൻറ്റും ഒന്ന് തേച്ച് വെക്കണം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം. ശരി, ഇപ്പൊ വിളിക്കാം. ചായ.
എന്താ അപ്പുറത്തെ പുതിയ വിശേഷം? ഓ ചുമ്മാ ഓരോരോ കാര്യങ്ങള്. ആ ചാരുലതയെ കുറിച്ചാ മൊത്തം വർത്തമാനം. ചാരുലതയുടെ സ്വഭാവം നല്ലതാണ്, ചാരുലത ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ട്, ചാരുലതയ്ക്ക് ഭയങ്കര ഭക്തിയാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ അപ്പുറത്തൊരു ജോലിക്കാർ വന്നുകൊണ്ട് ഇവിടുത്തെ ജോലിയൊന്നും നടക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോ ഇതിന്റെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇനി പുറത്തിറങ്ങരുത്. ഇറങ്ങി എന്റെ വിധം മാറും. സത്യം എന്തിനാ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ആ ആലീസ് ഒരു പാവാന്നേ, അതുകൊണ്ടല്ലേ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നേ. പിട്ടുകളെ സത്യേട്ടാ. ആ നീ വന്നോ? ആ എന്നാ സാറ് വിളിപ്പിച്ചേ? എന്നെ ഞാനൊന്ന് കാണാതിരിക്കുമായിരുന്നു. എന്നാ പറ്റി? എന്താ നിന്റെ ഉദ്ദേശം? എന്നാ? നീ ആദ്യം ഞാൻ അറിയാതെ ആ മൃഗത്തിന് ആ വീടെടുത്തു കൊടുത്തു. അപ്പോഴേ ഞാൻ കരുതാവും എനിക്കൊന്നും ഒരു തലവേനയാവും. അപ്പൊ നീ അടുത്ത തലവേന ഉണ്ടാക്കി വെച്ചേക്കാം. എന്നാ തലവേന? ഇവിടെ ഒരു വേലക്കാരി കൊണ്ടുവന്ന് കൊടുത്താ. വേലക്കാരി സാറ് കൂടെ പ്രശ്നം? അതൊരു വാ പിടിച്ച് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നത്തിനും വരത്തില്ല. വേലക്കാരി പ്രശ്നമില്ല, പിന്നെ പക്ഷെ ആ മൃഗത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരെനിക്ക് സ്വൈര്യം തരുന്നില്ല. ഒരു വേലക്കാരി വന്നു പറഞ്ഞ് പൊങ്ങച്ചം കാണിക്കാനായിട്ട് എപ്പോഴും ആ വരാന്തയിൽ ഇറങ്ങിയിട്ട് വേണ്ട ബഹളമാണ്. ആർച്ചയ്ക്ക് പോലും സ്വൈര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇമ്മാതിരി അവിടെ വന്നിട്ട് ഇത് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഭാഷ പ്രയോഗിക്കുന്നവരോട് പോയി പറഞ്ഞേക്കും. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പവിത്ര, ഇതിപ്പോ സത്യമായിട്ട് പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള്. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. പുതിയ വേലക്കാരി വന്ന സന്തോഷത്തില് ആലീസ് എന്തോ പറഞ്ഞു. അത് ഇന്നത്തെ പുതുമ, നാളെ അങ്ങ് പൊക്കോളും. ഇത് അതൊന്നും അല്ല. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കുന്ന ഒരു ചൊല്ലുണ്ട്, അതായി കാണിക്കുന്നത്. എന്റെ സാറേ, ഞാൻ അവരോട് പറഞ്ഞോളാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാറ് ധൈര്യമായിട്ടില്ല പോരെ? ഉണ്ടായിരുന്നാ കൊള്ളാം. ശരിയാണ്. പവിത്ര, ആ വേലക്കാരി പെങ്കൊച്ചിന്റെ പേരെന്തോ? ചാരുലത. ആ, എത്ര വയസ്സ് പ്രായം വരും? ഒരു 25 വയസ്സ് വരും. ബെസ്റ്റ്. പവിത്ര, 25 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് നീ ആ മൃഗത്തിന്റെ മുമ്പിൽ കൊണ്ട് ഇട്ട് കൊടുത്തേക്കണേ. ഇത് അയലോകത്ത് താമസിക്കുന്നത് ഞങ്ങൾക്ക് അവനെ കൊണ്ട് സ്വസ്ഥതയില്ല. അപ്പോഴാണ് കൊച്ചു പെൺകുട്ടിയെ. സാറ് വിചാരിക്കുന്ന പോലൊന്നുമല്ല. ചാരുലത എന്റെ ഒരു അകന്ന ബന്ധുവാ, തങ്കപ്പെട്ട കൊച്ചത്. എനിക്ക് കുഞ്ഞിലോട്ട് അറിയാന്നില്ല. ചാരുലത തങ്കപ്പെട്ട സ്വഭാവമാണ്, പക്ഷേ മൃഗത്തിന്റെ സ്വഭാവം തങ്കപ്പെട്ടതല്ല. ഞാനൊരു കാര്യം പറയാം, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേള് നിന്റെ ബന്ധുവിനാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പവിത്ര. ഇത് ഞാനൊരു പോലീസുകാരനായിട്ട് പറയാ, ഇതുപോലെ പല കേസുകളും സ്റ്റേഷനിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാ. ആ ഒരു അനുഭവം സംബന്ധിച്ച് പറയാണ്. സൂക്ഷിച്ചാ നിനക്ക് നല്ലത്. മഞ്ഞപ്പിത്തം പിടിച്ചവൻ കാണുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്നത് വെറുതെയാണ്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ, കാല കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. മതി മതി, ഒന്ന് തൊണ്ട നനച്ചാ മതി. എന്തുവാടി? എന്റെ ചായ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത്? ഉണ്ണിയാർച്ച എന്തായാലും അവരുടെ വീട്ടില് വേലക്കാരി വേണമെന്നുള്ള കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. സത്യപാലൻ സാറുണ്ടോ സമ്മതിക്കും? അപ്പൊ അവരുടെ കാര്യത്തിലൊരു തീരുമാനവും. ആലിസ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടാടി? അവർ രണ്ടുപേരും നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്റെ കുടുംബത്തിൽ കയറി കുത്തിത്തിരുമ്പുണ്ടാക്കിയിട്ട് വന്ന് സന്തോഷിക്കുന്നുണ്ടല്ലേ, എന്തുവാടി? എന്തിനാന്നോ ഈ ചായൻ എന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. ഇപ്പൊ ഉപദേശിക്കാൻ വരുന്നു. അതിനെന്താ കാരണം? അവരോടുള്ള സഹതാപം. ഇത് തന്നെയാണ് അവരെന്നോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. മോളെ, ഇതൊക്കെ നിന്റെ ഭാവനയാ. എനിക്ക് ഇച്ചിരി ഭാവന കൂടുതലാ. ഭാവന മൂത്ത് അവസാനം അത് ഭ്രാന്താവും. കണ്ട അവരെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ ഞാൻ ഭ്രാന്തിയുമായല്ലേ? നിർത്ത്. ഞാൻ വിട്ടു മോളെ, ഞാൻ വിട്ടു. ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട, വിട്ടേരെ. ചേട്ടൻ എഴുന്നേറ്റ്. ചേട്ടൻ ഡ്രസ്സൊക്കെ മാറിയാ? എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? നീ ഏത് നേരം സിറ്റൗട്ടിലല്ലേ? ഒരു ഷർട്ട് എഴുതി വെച്ച്. ചാരു ചോദിച്ചു. ചാരു? ആ, നിന്നോട് പറയാനാ പറഞ്ഞത്. പക്ഷെ അവള് തന്നെ പോയി തേച്ചു. ഒരു ദോഷം പറയാതെ നല്ല വൃത്തിയായിട്ട് തേച്ചു, ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. നോക്കിയേ, ഒരൊറ്റ ചുളിവ് പോലും ഇല്ല. നീ തേച്ചാ ഇത്രയും പെർഫെക്ഷൻ വരത്തില്ല. ഇനി അവള് തേച്ചാ മതി. ഞാൻ ചായ എടുക്കാം. ചായ എടുക്കണ്ട, ചാരു വന്നായിരുന്നു. കുടിച്ചാ? എപ്പാ? നീ പുറത്തായിരുന്നപ്പം ചാരു എനിക്ക് ചായ ഇട്ട് തന്നു. എന്നാ ചായ അടി, പാലും വെള്ളവും ഒക്കെ കറക്റ്റ് മിക്സ്, തേയില എന്റെ പരുവത്തിനുള്ള കടുപ്പം, പിന്നെ ഏലക്ക എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നല്ല അരോമയായിരുന്നു. അവളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം കേട്ടോ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ചാരു എടുക്കാന്ന് പറഞ്ഞു. ചപ്പാത്തി ചിക്കൻ കറിയോ അല്ലേ? അവളുണ്ടാക്കിയതാ? അവളല്ല ഉണ്ടാക്കിയത്, ഞാനാ.
ആണോ? ആ എന്നാ നീ ഇനി ഉണ്ടാക്കണ്ട. എടി എന്തായാലും നമ്മൾ പൈസ കൊടുക്കുന്നു. ചായയുടെ ഒരു ജഡ്ജ്മെന്റ് വെച്ച് ഞാൻ പറയാം, നല്ല കൈപ്പുണ്യം ഉണ്ടാവും. അവൾ ഉണ്ടാക്കട്ടെ തന്നെ. നമ്മൾ എന്തായാലും കാശ് കൊടുക്കല്ലേ. നീ എന്തിനാ ജോലി ചെയ്യുന്നത്? എന്തത്? സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞ? അല്ല, സാറ് ചോദിച്ചു. സാർ അങ്ങനെ പലതും ചോദിക്കും, പക്ഷെ അതൊന്നും ചാരും അനുസരിക്കാൻ നിൽക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കൊടുത്തോളാം, കേട്ടല്ലോ? ഞാൻ ബാ ഇരുന്ന് കഴിക്കും. ചാരോട് അവൾ അടുക്കളയിലുണ്ട്. നീ എന്തിനാണ് ഇതിനൊക്കെ ബുദ്ധിമുട്ടുന്നേ? ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല, വന്നിരുന്ന് കഴിക്കുക. കഴിക്കാം. പിന്നെ ഇച്ചായ, ഈ വീട് വൃത്തിയാക്കലും മുറ്റമടിക്കലൊക്കെ ചാരു ചെയ്തോട്ടെ. ഇനി വേണമെങ്കിൽ അടുക്കള കയറി പാചകവും ചെയ്തോട്ടെ. പക്ഷെ അതൊക്കെ എടുത്തു തരുന്നത് ഞാനായിരിക്കും. പിന്നെ ഷർട്ടൊക്കെ ഞാൻ തേച്ചാലേ ശരിയാവത്തുള്ളൂ. അതിലൊന്നും അവളെ അങ്ങ് ഇടപെടുത്തണ്ട. വേണ്ട, അത് ശരിയാവൂല.